ഹായ് ഹലോ എവ്രി വൺ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള വൈ ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കുന്നത് എന്തിനെന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലേക്കാണ്. ദെൻ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എല്ലാ എക്സാമുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് ഷുവർ ആയിട്ടും ഉറപ്പായിട്ടും ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്റർ 4 വൈ ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കുന്നത് എന്തിനാ. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ടാക്സോണമിയുടെ കാര്യങ്ങൾ, കുറച്ചധികം സയന്റിസ്റ്റുകളുടെ കാര്യങ്ങൾ, കുറച്ച് പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഒക്കെ സയന്റിഫിക് നെയിമുകൾ, ബൈനോമിയൽ, ദ്വിനാമ പദ്ധതി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് പഠിക്കുന്നത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് എക്സാമിനും കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് നേരെ കടക്കാം. സോ ഹിയർ നമ്മൾ ആദ്യം പഠിക്കുന്ന ടാക്സോണമിക് കീസ് എന്താന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ടാക്സോണമിക് കീകൾ. ഓക്കെ, ടാക്സോണമിക് കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ഒരെണ്ണം നിർബന്ധമായിട്ട് പഠിക്കണം. അത് തുടക്കത്തിലേ സാർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അതായത് ഈ പറയുന്ന എക്സാമ്പിൾ ഫോർ ടാക്സോണമിക് കീ, ടാക്സോണമിക് കീകൾക്ക് ഉദാഹരണമായിട്ട് ഡൈക്കോട്ടമസ് കീ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് ടാക്സോണമിക് കീ എന്ന് നമുക്ക് നോക്കാം. These are the scientific indicators used for identifying and classifying plants and animals. അതായത് സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം, സസ്യ ജന്തുജാലങ്ങളുടെ അവർ ഓരോരുത്തരെയും പരസ്പരം നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഏതോ ഓർഗാനിസം ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വർഗീകരിക്കുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് കീസ് അല്ലെങ്കിൽ സൂചകങ്ങൾ, കുറെ ക്ലൂകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് പറയാം ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് കേട്ടോ. ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് ഈ പറയുന്ന ടാക്സോണമിക് കീക്ക് ഒരു ഉദാഹരണമാണ്. ഇവിടെ ഡൈക്കോട്ടമസ് കീയില് ഓരോ ഇൻഡിക്കേറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, രണ്ട് പോസിബിലിറ്റീസ് അതിനകത്ത് നമുക്ക് കിട്ടും അല്ലെ. ഒരു സൂചകം, അതായത് ഓരോ സൂചകവും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യത ഉൾക്കൊള്ളുന്നവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലൂ നമുക്ക് തരും, ആ ക്ലൂവിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാകും. ആ രണ്ട് പോസിബിലിറ്റീസിൽ ഒരെണ്ണം നമുക്ക് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് വരുന്ന ക്ലൂവിന് വീണ്ടും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാകും. സോ ഡൈ മീൻസ് രണ്ടെന്നല്ലേ, അങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ഒരു ക്ലൂവിൽ നിന്ന് വെച്ച് കണ്ടെത്തി നമ്മൾ എത്തുന്ന, അല്ലെങ്കിൽ ആ മെത്തേഡിലൂടെ ഒരു ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഒരു കീ ആണ് ഈ പറയുന്ന ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്ന ടാക്സോണമിക് കീ. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ടാകും. ആദ്യം ഇവിടെ പറഞ്ഞേക്കുന്നത് വെർട്ടിബ്രേറ്റ്സ്, നട്ടലുള്ള ജീവികളുടെ കാര്യമാണ്. നമ്മുടെ കയ്യിലൊരു ജീവിയുണ്ട്, അത് ഏത് ഓർഗാനിസം നമുക്കറിയില്ല. ആ ഓർഗാനിസത്തെ നമുക്ക് തരം തിരിച്ച് കണ്ടെത്തി അത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഡൈക്കോട്ടമസ് കീ ഉപയോഗിക്കുന്നത്. ഇവിടെ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന നട്ടലുള്ള ജീവികളിൽ തന്നെ, നട്ടലുള്ള ജീവികളിൽ ഒരുപാട് ആളുകൾ പെടുന്നുണ്ട് അല്ലെ. അതിൽ ഫർ, രോമമുള്ളവരുണ്ട്, നോ ഫർ, രോമം ഇല്ലാത്തവരുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രോമം ഉള്ള ഒരു ജീവിയല്ല. സോ രോമം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, മാമൽസ് ആയിരിക്കും അല്ലെ. പക്ഷെ ഇത് രോമം ഇല്ലാത്ത ജീവിയാ, അപ്പൊ മാമൽസ് എല്ലാം ഉറപ്പായി. രോമം ഇല്ലാത്തതാണെങ്കിലോ അത് ഫെദേഴ്സ്, തൂവലുകൾ ഉള്ളതാവാം, ചിലപ്പോൾ തൂവലുകൾ ഇല്ലാത്തതാവാം. ഓക്കെ, വീണ്ടും അടുത്ത ക്ലൂവിന് രണ്ട് പോസിബിലിറ്റി കണ്ടോ. ഇനി തൂവൽ ഉള്ളതല്ല, ഉറപ്പിച്ചു. തൂവൽ ഉള്ളതായിരുന്നെങ്കിൽ അത് ബേർഡ്സ് ആയേനെ, പക്ഷെ തൂവലില്ല, അപ്പൊ ബേർഡ്സും അല്ല. പിന്നെ ഉള്ളത് നോ ഫെദർ, തൂവൽ ഇല്ലാത്തവരാണ്. തൂവൽ ഇല്ലാത്തവർക്ക് വീണ്ടും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ, അതായത് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ളതും പിന്നെ സ്കിന്ന് കുറച്ച് മോയിസ്റ്റ്, ഒരു വഴുവഴുപ്പോട് കൂടിയ സ്കിൻ ഉള്ളതും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു അനിമലും അല്ല നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒരു വഴുവഴുപ്പുള്ള ബോഡി, സ്കിന്നിൽ തൊടുമ്പോൾ ഒരു മോയിസ്ചർ കണ്ടന്റ് ഉള്ള ഒരു ഓർഗാനിസം ആണ് ഇരിക്കുന്നത്. അപ്പോഴും വീണ്ടും നമുക്കറിയാം ഈ മോയിസ്ചർ കണ്ടന്റ് ഉള്ള ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ സ്കെയില്, ബോഡിയിൽ നമ്മുടെ ഫിഷസിന്റെ പോലെ ചെതുമ്പലുള്ള ഒരു ഓർഗാനിസം ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോഗിന്റെ പോലെ എന്തായിരിക്കും, യെസ്, ബോഡിയിൽ ഒന്നുമില്ല, മീൻസ് സ്കെയിൽസും ചെതുമ്പല് കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്താണ്, ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള ബോഡി, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, മോയിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെതുമ്പൽ ഉണ്ടെങ്കിൽ അത് ഫിഷ് ആയിരിക്കും, അതില്ലാന്നുണ്ടെങ്കിൽ ആംഫീബിയൻസ്, നമ്മുടെ ഈ പറയുന്ന തവളകള്. ഓക്കെ, തവളയുടെ കേസിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ രണ്ട് ക്ലൂകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്ത് ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും. അതിനുപയോഗിക്കുന്ന കീ ആണ് ഈ ഡൈക്കോട്ടമസ് കീ. ഡൈ മീൻസ് രണ്ട് പോസിബിലിറ്റീസ് വെച്ചുകൊണ്ട് ഒരു ക്ലൂവിൽ നിന്ന് നമ്മൾ ഓർഗാനിസം ഏതാന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടാക്സോണമി. ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് നമ്മുടെ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡന്റിഫൈസ് ഓർഗാനിസംസ് ആൻഡ് ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് of similarities and differences and name them scientifically. മക്കളെ, അതായത് ജീവികളെ തിരിച്ചറിഞ്ഞ്, ഒരു ഓർഗാനിസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിഞ്ഞ് അവരുടെ സിമിലാരിറ്റീസ്, സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം അവരെ തിരിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വ്യത്യാസങ്ങൾ, എന്താണ് അവർക്ക് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ തരംതിരിച്ച്, അവരെ ക്ലാസിഫൈ ചെയ്തിട്ട് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ സയന്റിഫിക്കലി അവർക്ക്
പേര് നൽകുന്ന, ഓക്കെ, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി, നമ്മുടെ ബയോളജിയിലെ ജീവശാസ്ത്രത്തിലെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണ് ഈ പറയുന്ന ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടാക്സോണമി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 4-5 സയന്റിസ്റ്റുകൾ ഉണ്ട്. ആൻഡ് ഒരു കാര്യം പറയാം, ഈ സയന്റിസ്റ്റുകളുടെ ബേസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇവരെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചോളാം. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്കിനൊക്കെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. സോ സയന്റിസ്റ്റ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻസ് ഇൻ ടാക്സോണമി, വർഗീകരണ ശാസ്ത്രത്തിൽ ചില ശാസ്ത്രജ്ഞന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകളും എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് എന്താ ഇന്ന സാധനം ആര് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെയും ചോദിക്കാം. ആദ്യത്തെ സയന്റിസ്റ്റ് നമ്മുടെ അരിസ്റ്റോട്ടിൽ ആണ്. പുള്ളി ഭയങ്കര ഫേമസ് ആണ് അല്ലെ. അപ്പൊ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫാദർ ഓഫ് ബയോളജി, നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ ബയോളജിയുടെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. ആൻഡ് ഹി ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. മക്കളെ, ജീവജാലങ്ങളെ റെഡ് ബ്ലഡ്, ചുവന്ന രക്തം ഉള്ളവ അല്ലെങ്കിൽ ചുവന്ന രക്തം ഇല്ലാത്തവ എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്ത്, രണ്ടായിട്ട് തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ഗ്രീസ്, ഓക്കെ, ആ രാജ്യം ഗ്രീസുകാരനാണ്. പുള്ളിയുടെ രാജ്യം ഗ്രീസ് ആണ്. വർഷം BC 384 to 322 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അരിസ്റ്റോട്ടിൽ ഗ്രീസ് രാജ്യക്കാരനാണ്. അദ്ദേഹമാണ് ബയോളജിയുടെ ഫാദർ അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പുള്ളിക്കാരൻ ചെയ്തത് ഓർഗാനിസത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും എന്ത് ചെയ്തു? റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് നോൺ റെഡ് ബ്ലഡ് സെൽസ്, അതായത് ചുവന്ന രക്തമുള്ളവ ചുവന്ന രക്തമില്ലാത്തവ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ആര് കിട്ടി നമുക്ക്? അരിസ്റ്റോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ആള് ചരകനാണ്, നമ്മുടെ ഇന്ത്യക്കാരനാണ്. ഓക്കെ, ചരകനാണ്. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹീസ് എ ഫാദർ ഓഫ് ആയുർവേദ, നമ്മുടെ ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ചരകൻ. അത് കൂടാതെ പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഹി റോട്ട് ദ ട്രിയാറ്റീസ് ചരക സംഹിത ബൈ ഇൻക്ലൂഡിംഗ് ഇറ്റ് around 200 plants and animals. ഏകദേശം 200ഓളം പ്ലാന്റ്സിനെ, സസ്യങ്ങളെയും അതുപോലെ അനിമൽസിനെ, ജന്തുക്കളെയും പറ്റിയിട്ടുള്ള മുഴുവൻ ഡാറ്റയും അടങ്ങുന്ന ചരക സംഹിത എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ ചരകൻ ഇന്ത്യക്കാരനാണ്, ഫാദർ ഓഫ് ആയുർവേദ, ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചരക സംഹിത എന്ന് പറഞ്ഞൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 200ഓളം പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 2 പേരുടെ കാര്യം ഞാൻ വീണ്ടും പറയുവാണ്, ഇമ്പോർട്ടന്റ് ആണ്. അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ ചരകനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് അടുത്ത സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. 2 പേരുണ്ട് വീണ്ടും. തിയോഫ്രാസ്റ്റസ്, പുള്ളി ഗ്രീസുകാരനാണ്. ആൻഡ് ജോൺ റേ, പുള്ളി ഇംഗ്ലണ്ടുകാരനാണ്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ തിയോഫ്രാസ്റ്റസ്, ഗ്രീസുകാരനായിട്ടുള്ള തിയോഫ്രാസ്റ്റസ്, ഫാദർ ഓഫ് ബോട്ടണി. മക്കളെ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ചോദിക്കും, എക്സാമിന് ചോദിക്കും. സസ്യശാസ്ത്രത്തിന്റെ ഫാദർ ഓഫ് ബോട്ടണി ആണ് അദ്ദേഹം. അതുപോലെ ഹി ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ഇൻടു ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെരനിയൽസ്. പുള്ളിക്കാരൻ പ്ലാന്റ്സിനെ എന്താണ് 3 രീതിയിൽ അങ്ങ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ആനുവൽസ്, ഏകവർഷികൾ, ഒരു വർഷത്തിൽ മാത്രം പൂത്ത് കായ ഉണ്ടാവാൻ സഹായിക്കുന്നു, അങ്ങനെ ചെയ്യുന്ന പ്ലാന്റ്സ്. അതുപോലെ ബൈനിയൽസ്, ദ്വിവർഷികൾ, ഒരു വർഷത്തിൽ 2 തവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇനി എന്താണ്? ബഹുവർഷികൾ അല്ലെങ്കിൽ പെരനിയൽസ്, വർഷം മുഴുവനും പൂവുണ്ടാകും കായും ഉണ്ടാകും, അങ്ങനെയുള്ള ആളുകൾ. അപ്പോ ഇത് ബൈനിയൽസ്, ആനുവൽസ്, അതുപോലെ പെരനിയൽസ് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു പ്ലാന്റ്സിനെ. ആര്? തിയോഫ്രാസ്റ്റസ് ആണ് കേട്ടോ, മറക്കരുത്. ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. ആൻഡ് അടുത്ത ആള് മക്കളെ ജോൺ റേ ആണ്. ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ജോൺ റേ റെക്കോർഡഡ് മോർ ദാൻ 18,000 പ്ലാന്റ്സ് ഇൻ ദ ബുക്ക് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 18,000ഓളം സസ്യങ്ങളുടെ, പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം ഒരു ബുക്കിൽ എഴുതി വെച്ചു. ബുക്കിന്റെ പേര് യെസ്, ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം, മറക്കരുത് കേട്ടോ. ആൻഡ് പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് സ്പീഷീസ് എന്നുള്ള ഒരു ടേം ആദ്യമായി ഉപയോഗിച്ചത് കേട്ടോ. സ്പീഷീസ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചത് നമ്മുടെ ആരായിരുന്നു? യെസ്, ജോൺ റേ എന്ന് പറയുന്ന ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ഈ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പൊ മറക്കരുത് തിയോഫ്രാസ്റ്റസിന്റെ കാര്യം, അതുപോലെ നമ്മുടെ ജോൺ റേയുടെ കാര്യം. 2 പേരും ഞാൻ വീണ്ടും പറയുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആളുകളാണ്. ടാക്സോണമിയുടെ കേസിൽ ഇവർ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തത്. ദ നെക്സ്റ്റ് വൺ ഇസ് കാൾ ലിനേയസ്. ഇയാളാണ് മക്കളെ ടാക്സോണമിയുടെ ഏറ്റവും എന്താ പറയാ ഹെഡ് എന്ന് പറയുന്ന ആള്. ദാറ്റ് ഇസ് കാൾ ലിനേയസ്, സ്വീഡൻ എന്ന് പറയുന്ന രാജ്യക്കാരനായിരുന്നു. ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി, കണ്ടല്ലോ, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയും നമ്മൾ. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കരോളസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ് എന്ന് വിളിക്കാൻ നമുക്ക് അദ്ദേഹത്തെ. സജസ്റ്റഡ് ടാക്സോണമിക്കൽ ഹയറാർക്കി, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനം ഉണ്ട്, ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ പറയും സാർ. അത് ആ ടാക്സോണമിക് ഹയറാർക്കിയുടെ വർഗീകരണ തലങ്ങൾ കൊണ്ടുവന്നത്, അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നത്, മനസ്സിലാക്കി തന്നത് ആരായിരുന്നു? ആദ്യമായിട്ട് നമ്മുടെ കാൾ ലിനേയസ് തന്നെയായിരുന്നു. പ്രൊപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ,
ദ്വിനാമ പദ്ധതി. ഒരു ജീവിയുടെ പേരിൽ അത് ഒരൊറ്റ പേരാണെങ്കിലും അതിനകത്ത് 2 വാക്കുകൾ ഉണ്ടാകും. ആ രീതിയിൽ പേര് നൽകുന്നതിനെയാണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് നമ്മുടെ ആര് തന്നെയാണ്? കാൾ ലിനേയ്സ് തന്നെയാണ്. ഇറ്റ് ഈസ് എ സയന്റിഫിക് നെയിമിംഗ് മെത്തേഡ് ഫോർ ഓർഗാനിസംസ്. ജീവജാലങ്ങൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ പേര് നൽകുന്ന മെത്തേഡാണ് ഈ പറയുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ഇതും ആര് തന്നെയാണ് കൊണ്ടുവന്നത്? നമ്മുടെ കാൾ ലിനേയ്സ് ആണ് കൊണ്ടുവന്നത്. സോ ഈ പറഞ്ഞ 5 സയന്റിസ്റ്റുകളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് ഉറപ്പാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു എക്സാം നടക്കാൻ പോകുന്നില്ല. ആൻഡ് ഇവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ആരാണ്? കാൾ ലിനേയ്സിന്റെ പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. കാൾ ലിനേയ്സ് ഇസ് ദ ഫാദർ ഓഫ് ടാക്സോണമി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇദ്ദേഹമാണ് നമുക്ക് ഈ പറയുന്ന വർഗീകരണ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി തന്നെ, അത് എന്താണെന്ന് പറഞ്ഞു തന്നെ, എന്താണെന്ന് കൊണ്ട് മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്തറിയപ്പെടുന്നു? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നുള്ള രീതി അറിയപ്പെടുന്നു. ആൻഡ് ഇദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു വെച്ച ഒരു കലക്കൻ പണിയാണ് ടാക്സോണമിക് ഹയറാർക്കി അല്ലെങ്കിൽ വർഗീകരണ തലങ്ങൾ. ഓക്കെ, കൃത്യമായിട്ട് ഇതിലേക്ക് നോക്കിയാൽ ഇത്രയും പോർഷൻ എൻ്റെ മക്കൾ പഠിച്ചാൽ മതി എക്സാമിന് വേണ്ടിയിട്ടാ. ഇത്രയും കാര്യങ്ങൾ മതി ഇതേ എക്സാമിന് ചോദിക്കുള്ളൂ. ഇത് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. എന്താണ്? ജീവജാലങ്ങളെ പല പല ലെവലുകളിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഏറ്റവും കുറച്ച് ചെറിയ ആളുകളുള്ളത് സ്പീഷീസ് ആണ്. കുറെ സ്പീഷീസുകൾ കൂടി ചേർന്ന് അതിലും വലിയ ജീനസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. കുറച്ചുകൂടെ ജീനസുകൾ കൂടി ചേർന്നപ്പോൾ ഫാമിലി, അത് പിന്നെയും വലുതായി. ഫാമിലികൾ കൂടി ചേർന്നിട്ട് കുറച്ചുകൂടെ വലിയ ഓർഡർ ഉണ്ടായി. ഓർഡർ കൂടി ചേർന്ന് കുറച്ചുകൂടെ വലിയ ക്ലാസ് ഉണ്ടായി. ക്ലാസ്സുകൾ കൂടി ചേർന്ന് ഒരുപാട് വലിയ ഫൈലം ഉണ്ടായി. മുഴുവൻ ഫൈലംസും കൂടി ചേർന്ന് ഏറ്റവും വലിയ കിങ്ഡം ഉണ്ടായി. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കേട്ടോ ജീവികളെ കുറച്ചു പേര് അവരുടെ ഗ്രൂപ്പിന് അടുത്തൊരു പേര് കൊടുത്തു, അവരുടെ ഗ്രൂപ്പിന് അടുത്തൊരു പേര് കൊടുത്തു. അങ്ങനെ പേരുകൾ കൊടുത്ത് ഓർഗാനിസംസിനെ പല ലെവലുകളിലേക്ക് ക്ലാസിഫൈ ചെയ്ത ആരായിരുന്നു? നമ്മുടെ കാൾ ലിനേയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. സോ സ്റ്റാർട്ടിങ് ഫ്രം സ്പീഷീസ് ആണ്. എപ്പോഴും താഴേന്ന് തന്നെ തുടങ്ങണം. സ്പീഷീസ് മുകളിലേക്ക് ആരോ മാർക്ക് ഇട്ടോളണം, അത് നിർബന്ധമാണ്. സ്പീഷീസ് കൂടി ചേർന്ന് ജീനസ് ഉണ്ടാകുന്നു. ജീനസുകൾ കൂടി ചേർന്ന് ഫാമിലി ഉണ്ടാകുന്നു. ഫാമിലികൾ കൂടി ചേർന്ന് ഓർഡർ ഉണ്ടാകുന്നു. ഓർഡറുകൾ കൂടി ചേർന്ന് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നു. ക്ലാസ്സുകൾ കൂടി ചേർന്ന് ഫൈലം. ഒരുപാട് ഫൈലംസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വലിയ കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സാധനം ഞാൻ വീണ്ടും പറയാം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ടാക്സോണമിക് ഹയറാർക്കി വർഗീകരണ തലങ്ങളാണ് കൃത്യമായിട്ട് കേട്ടോ. വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ്? ഓർഡർ തെറ്റരുത്, ആരോ മാർക്ക് ഇടുന്നത് മാറരുത്, ഓർഡർ ഇങ്ങനെ തന്നെ എഴുതാം. താഴേന്ന് എഴുതി നോക്കിയാൽ മതി നിങ്ങൾ. താഴേന്ന് സ്പീഷീസ്, ജീനസ്, ഫാമിലി, അതുപോലെ തന്നെ ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എഴുതുക. താഴേന്ന് മുകളിലേക്ക് ആരോ മാർക്ക് ഇടുക. ഇനി നേരെ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? സ്പീഷീസ് എഴുതുക, നേരെ ആരോ മാർക്ക് ഇടുക. ജീനസ് നേരെ ആരോ മാർക്ക്, ഫാമിലി ആരോ മാർക്ക്, നേരെ അങ്ങനെ ഇട്ടിട്ട് നേരെ പോവുക. അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, എഴുതി കഴിഞ്ഞ് ആരോ മാർക്ക് ഇടുന്ന തെറ്റിയാലും മാർക്ക് പോകും. അതുകൊണ്ട് എഴുതുന്നതും ശ്രദ്ധിക്കണം, ആരോ മാർക്ക് ഇടുന്നതും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇവിടെ നമുക്ക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാറ്റ്, പൂച്ചയുടെ അല്ലെ നോക്കിയിരിക്കുന്ന കണ്ടൊരു പൂച്ച. അപ്പൊ ഈ പൂച്ചയുടെ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എഴുതേണ്ടത് ഈ പൂച്ചയുടെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി നമ്മൾ പറഞ്ഞ എല്ലാം ഇതിനകത്തുണ്ടോ എന്ന് നോക്കിക്കേ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. നേരെ ഇത് എന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. ഇത് ഏതൊക്കെയാണ് ഡാഷ് ഇട്ടുന്നത്, ഇവിടെയൊക്കെ ഡാഷ് ഇട്ട് ഇത് ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. സ്പീഷീസ് പൂച്ചയുടെ ആണ് പറയുന്നത് കേട്ടോ. സ്പീഷീസിന്റെ പേര് ഡൊമസ്റ്റിക്കസ്, അതുപോലെ ജീനസിന്റെ പേര് ഫെലിസ് എന്നാണ്. ഫാമിലി പൂച്ചയുടെ ഫാമിലിയുടെ പേര് ഫെലിഡേ എന്നാണ്. ആൻഡ് ഓർഡറിന്റെ പേര് കാർണിവോറ. ദെൻ ക്ലാസിന്റെ പേര് മമേലിയ. ദെൻ ഫൈലം കോർഡേറ്റ, കിങ്ഡം അനിമേലിയ. ഇത് ഇതുപോലെ തന്നെ എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. കിങ്ഡം അനിമേലിയ വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. കണ്ടോ, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്നാണ്, ജീനസ് ഫെലിസ് എന്നാണ്, ഫാമിലിയുടെ പേര് ഫെലിഡേ എന്നാണ്, ഓർഡർ കാർണിവോറ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ, കിങ്ഡം അനിമേലിയ. ഈ ഒരു ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് താഴേന്ന് മേലേക്ക് പഠിച്ചാൽ മതി. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ബൈനോമിയൽ നോമൻക്ലേച്ചർ വരുമ്പോൾ സാർ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അതെത്തുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ പൂച്ചയുടെ പഠിച്ചതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള 2 സസ്യങ്ങളുടെയും കൂടെ പഠിക്കാനുണ്ട്. 2 സസ്യം ഇത് നല്ല പരിചയം കാണുമല്ലോ. അത് കോക്കനട്ട് ട്രീ ആണ്, നമ്മുടെ തെങ്ങാണ് അല്ലേ. അപ്പൊ തേങ്ങ അല്ലെങ്കിൽ തെങ്ങിന്റെ വർഗീകരണ തലങ്ങൾ ഹയറാർക്കിയൽ ലെവലുകളാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട്. സ്പീഷീസ്, ജീനസ്, ഫാമിലി ഒക്കെ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ് ഓർഡറിന് പകരം എന്താ വന്നിരിക്കുന്നത്? ഓർഡർ അവിടെ വരത്തില്ല, നമുക്ക് സീരീസ് ആണ് വരുന്നത് കേട്ടോ. ഫാമിലി, സീരീസ്, ക്ലാസ്, ഫൈലം, കിങ്ഡം അങ്ങനെയാണ് വരുന്നത്. ഓർഡറിന് പകരം അവിടെ എന്ത് വന്നിരിക്കുന്നു? സീരീസ് വന്നിരിക്കുന്നു. സോ സിമ്പിൾ ആണ് നമ്മുടെ തെങ്ങിൻ്റെത്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എഴുതാം, കോക്കോസ് ന്യൂസിഫെറ. ഓക്കെ,
കോക്കോസ് ന്യൂസിഫറ എന്നുള്ളതാണ് തെങ്ങിന്റെ കോക്കനട്ട് ട്രീ, തെങ്ങിന്റെ നമ്മുടെ സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. സോ സ്പീഷീസ് ഏതാണ് തെങ്ങിന്റെ സ്പീഷീസ് എന്ന് പറയുന്നത് ന്യൂസിഫറ ആണ്. അതുപോലെ ജീനസ് എന്ന് പറയുന്നത് കോക്കോസ് ആണ്. ഫാമിലിയുടെ പേര് അരിക്കേസിയ എന്നാണ്. ആൻഡ് സീരീസിന്റെ പേര് കാലിസിനെ. ഓക്കെ, കാലിസിനെ എന്നാണ് സീരീസിന്റെ പേര്. ആൻഡ് ക്ലാസിന്റെ പേര് മോണോകോട്ടിലിഡനെ ആണ് കോക്കനട്ട് ട്രീ തെങ്ങിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഫൈലത്തിന്റെ പേര് ആൻജിയോസ്പെർമോഫൈറ്റ ആൻഡ് കിങ്ഡം ഇസ് പ്ലാന്റ്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കുക. കിങ്ഡം പ്ലാന്റ് വരെയുള്ള കാര്യങ്ങൾ. സ്പീഷീസ് വൺസ് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്പീഷീസ് ന്യൂസിഫറ, ജീനസിന്റെ പേര് കൊക്കോസ് എന്നാണ്, ഫാമിലി അരക്കേസിയ ആണ്, സീരീസ് കാലിസിനെ, ക്ലാസ് മോണോകോട്ടിലിഡനെ, ഫൈലത്തിന്റെ പേര് ആൻജിയോസ്പെർമോഫൈറ്റ ആണ്, കിങ്ഡത്തിന്റെ പേര് പ്ലാന്റ് എന്നാണ്. ഓക്കെ ആണല്ലോ, ഇത് ഉറപ്പാണ്. ഇത് ചോദിച്ചില്ല എന്ന് കരുതട്ടെ, ഇത് ചോദിക്കും. അത് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും, തേങ്ങ ചോദിച്ചില്ലെങ്കിൽ ഷുവർ മാങ്ങ ചോദിക്കും. അപ്പൊ മാംഗോയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവുന്ന ഒരു പേരായിരിക്കും മാംഗോയുടേത്. ദാറ്റ് ഈസ് മാഞ്ചിഫെറ. മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ, മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ് മാംഗോ ട്രീയുടെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അതിന്റെ സ്പീഷീസ് ഇൻഡിക്കയാണ്. ഓക്കെ, ഇൻഡിക്ക സ്പീഷീസ് ആണ്. അതുപോലെ ജീനസിന്റെ പേര് മാഞ്ചിഫെറ എന്നാണ്, ഫാമിലി അനാകാർഡിയേസിയെ, സീരീസിന്റെ പേര് സാപ്പിൻഡെയിൽസ് എന്നാണ്, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, ഫൈലം നേരത്തെ പറഞ്ഞ സെയിം സാധനം ആൻജിയോസ്പെർമോഫൈറ്റ, കിങ്ഡത്തിന്റെ പേര് പ്ലാന്റ് എന്നാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ മാംഗോ ട്രീയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈഹാർട്ട് ചെയ്ത്, പൂച്ച, തെങ്ങ്, മാവ്, ഇത് മൂന്നും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. സ്പീഷീസിന്റെ പേര് ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫെറ, ഫാമിലി അനാകാർഡിയേസിയെ ആണ് ഫാമിലി എന്ന് പറയുന്നത്. സീരീസിന്റെ പേര് സാപ്പിൻഡെയിൽസ് എന്നാണ്. ക്ലാസിന്റെ പേര് എന്താണ്, മോണോകോട്ടിലിഡനെ ആണോ? അത് എവിടെയായിരുന്നു, തെങ്ങിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ പേര് മാറി, ഡൈകോട്ടിലിഡനെ ആണ് ക്ലാസിന്റെ പേര്. ഫൈലത്തിന്റെ പേര് ആൻജിയോസ്പെർമോഫൈറ്റ, കിങ്ഡത്തിന്റെ പേര് പ്ലാന്റ് എന്നുമാണ്. ഓക്കെ, ആൻഡ് ബുക്കിൽ ഇതുപോലെ ഡൈവേഴ്സിറ്റി നെയിംസ് എന്ന് പറഞ്ഞിട്ട് പേരുകളിലെ വൈവിധ്യം, ഒരേ ജീവിയെ തന്നെ നമ്മൾ ഒരേ സ്ഥലത്തല്ല പല സ്ഥലങ്ങളിൽ പല പേരുകൾ വിളിക്കാറുണ്ട് അല്ലേ. ഈ കാണുന്ന ഫസ്റ്റ് ഓർഗാനിസം നമ്മൾ ഉപ്പൻ എന്ന് വിളിക്കും, ചെമ്പോത്ത് എന്ന് വിളിക്കും, ചകോരം എന്ന് വിളിക്കും. അത് പല പേരുകളാണ്, പല സ്ഥലത്തെ പേരുകളാണ്. അതുപോലെ എക്സാമ്പിളുകൾ വട്ട, അതുപോലെ പൊടുകണ്ണി, ഉപ്പൂത്തി, ഒരു പ്ലാന്റിനെ തന്നെ പല പേര് വിളിക്കും. കപ്പങ്ങ കണ്ടാൽ നമുക്കറിയാം, പപ്പായ എന്ന് വിളിക്കും, കപ്പളങ്ങ എന്ന് വിളിക്കും, ഓമയ്ക്ക എന്ന് വിളിക്കും. ഇതിനെ കോഴിക്കോടും നമ്മുടെ എന്താ പറയുക കാസർഗോഡൊക്കെ കർമൂസ എന്ന് വിളിക്കും. അങ്ങനെ പല പേരുകളിൽ ഒരു സാധനം തന്നെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഇത് പഴുതാര, നമ്മുടെ നാട്ടിലെ പഴുതാര, ചില സ്ഥലത്ത് ഇതിനെ കരിങ്കണ്ണി എന്ന് വിളിക്കും, ചില സ്ഥലത്ത് കൽക്കുന്നൻ എന്ന് വിളിക്കും, ദെൻ ചില സ്ഥലത്ത് ചെതുമ്പുരം എന്ന് വിളിക്കും. അങ്ങനെ പല പേരിൽ പല ഓർഗാനിസംസ് കാണും. ഇത് എക്സാമിന് അധികം കയറി ചോദിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് കണ്ടന്റ് എന്നുള്ള കാര്യം. ഇനി ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ദ്വിനാമ പദ്ധതി എന്ന് മലയാളത്തിൽ പറയും. ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ ജോയിനിങ് ടു വേർഡ്സ്. ഒരു ജീവിയുടെ പേര്, ആ ജീവിക്ക് പേര് കൊടുക്കണമെങ്കിൽ രണ്ട് പേരുകൾ അല്ലെങ്കിൽ രണ്ട് വേർഡ്സിന്, രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ജീവിക്ക് ഒരു പേര് കൊടുക്കുന്ന മെത്തേഡാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത് മറ്റാരുമല്ല, നമ്മുടെ ആര് തന്നെയാണ്, യെസ്, നമ്മുടെ കാൾ ലിനേസ് ആണ്. കരോളസ് ലിനേസ് എന്ന് പറയുന്ന കാൾ ലിനേസ് ആണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് വേർഡ്, രണ്ട് വാക്കുകളുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ തെങ്ങ്, കോക്കോസ് ന്യൂസിഫെറ എന്ന് പറയുന്ന നമ്മുടെ തെങ്ങ്. ഈ കോക്കോസ് ന്യൂസിഫെറ എന്ന് പറയുന്ന തെങ്ങിൽ രണ്ട് വാക്കുണ്ട് അല്ലെ. കോക്കോസ് ഒന്നാമത്തെ വാക്ക്, ദെൻ ന്യൂസിഫെറ രണ്ടാമത്തെ വാക്ക്. ഇതിന് ഫസ്റ്റ് വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജീനസിന്റെ നെയിം ആണ്. കണ്ടോ, കോക്കോസ് എന്ന് പറയുന്ന ഈ വേർഡ് ഉദ്ദേശിക്കുന്നത് ജീനസിന്റെ നെയിം ആണ്, ആ ചെടിയുടെ ജീനസിന്റെ പേരാണ്. ആൻഡ് സെക്കൻഡ് നെയിം ഇൻഡിക്കേറ്റ് സ്പീഷീസ്, രണ്ടാമത്തെ വാക്ക് ഉദ്ദേശിക്കുന്നത് ജീനസ് കഴിഞ്ഞാൽ നേരെ അടുത്തത് സ്പീഷീസ് ആണ് കേട്ടോ. സ്പീഷീസിന്റെ പേരാണ് സെക്കൻഡ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നോക്കി, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ്, അത് നിങ്ങൾ മറന്നു പോകരുത്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ് മക്കളെ, ഹോമോ സാപ്പിയൻസ് എന്നാണ് കേട്ടോ, മനുഷ്യന്റെ ആണ്. ഇതിൽ ആദ്യത്തെ എന്തായിരിക്കും, ഹോമോ ജീനസിന്റെ പേരായിരിക്കും തീർച്ചയായിട്ടും. സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസിന്റെ നെയിം ആയിരിക്കും. എപ്പോഴും സയന്റിഫിക് നെയിം എഴുതുമ്പോൾ, ശാസ്ത്രീയ നാമം എഴുതുന്ന സമയത്ത് ആദ്യത്തെ വാക്ക് ജീനസിന്റെ പേരായിരിക്കും, രണ്ടാമത്തെ വാക്ക് സ്പീഷീസിന്റെ നെയിം ആയിരിക്കും. യാതൊരു മാറ്റമല്ലോ, അതൊന്ന് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചോളൂ. രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വിനാമ പദ്ധതിയിലൂടെ ആര് നമുക്ക് വേണ്ടി കൊണ്ട് തന്നത്, നമ്മുടെ കാൾ ലിനേസ് നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് ജീനസിന്റെ പേരായിരിക്കും, രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് സ്പീഷീസിന്റെ നെയിം ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ പഠിച്ചതിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിക്കാം. മനുഷ്യന്റെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഉദാഹരണം വെച്ച് നമുക്ക് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച തെങ്ങിന്റെയോ മാവിന്റെയോ പൂച്ചയുടെയോ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കണം, ആദ്യത്തെ വേർഡും രണ്ടാമത്തെ വേർഡും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി കുറച്ച് ഓർഗാനിസംസിന്റെ സയന്റിഫിക് നെയിം ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് എലിഫന്റ്, ആനയുടെ തന്നിരിക്കുന്നത് ലോക്സോഡോണ്ട ആഫ്രിക്കാനയാണ്, നമ്മുടെ ആഫ്രിക്കൻ ആനയുടെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ താന പോലെ, നാട്ടിൽ താനയുടെ പേര് എന്ന് പറയുന്നത് ലോക്സോഡോണ്ട ആഫ്രിക്കാന അല്ല, ദാറ്റ് ഇസ് എലിഫസ് മാക്സിമസ് ആണ് കേട്ടോ.
എലിഫസ് മാക്സിമസ് ആണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണ നാടൻ ആനയുടെ സയന്റിഫിക് നെയിം. അപ്പൊ ലോക്സോഡോണ്ട ആഫ്രിക്കാന, ആഫ്രിക്കൻ ആനയാന്ന് അറിഞ്ഞിരിക്കാം. ആഫ്രിക്കാന കണ്ടോ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക വേണമെങ്കിൽ. പീക്കോക്ക്, അടുത്ത എന്താണ്? മയില്. ഓക്കെ, പീക്കോക്ക് ആണ്. പീക്കോക്കിന്റെ പേര് പാവോ ക്രിസ്റ്റാറ്റസ്. എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ഡോഗിന്റെ പേര് കാനസ് ലൂപ്പസ് ഫെമിലിയാരിസ്. കാനസ് ലൂപ്പസ് ഫെമിലിയാരിസ് ഡോഗ് നമ്മുടെ നായയുടെ സയന്റിഫിക് നെയിം ആണ്. അതുപോലെ നമുക്ക് ഹിബിസ്കസ് പറയാം. ചെമ്പരത്തിയുടെ ഹിബിസ്കസ് റോസ സിനൻസിസ്. ഹിബിസ്കസ് റോസ സിനൻസിസ് ആണ്. നീം, നമ്മുടെ ആര്യവേപ്പില്ലേ, ആര്യവേപ്പിന്റെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അസാഡി റക്റ്റ ഇൻഡിക്ക. അസാഡി റക്റ്റ ഇൻഡിക്ക എന്നാണ് ആര്യവേപ്പിന്റെ പേര്. നെല്ല്, പാഡി, ദാറ്റ് ഈസ് ഒറൈസ സറ്റൈവ ആണ് കേട്ടോ. ഒറൈസ സറ്റൈവ പാഡി, നെല്ലിനെ വിളിക്കുന്നത് ഒറൈസ സറ്റൈവ എന്നാണ്. ഗോൾഡൻ ഷവർ, എന്താ ഗോൾഡൻ ഷവർ? കണിക്കൊന്നയില്ലേ, കണിക്കൊന്നയാണ് ഗോൾഡൻ ഷവർ എന്ന് പറയുന്നത്. അതിന്റെ പേര് കാസിയ ഫിസ്റ്റുല എന്നാണ് കേട്ടോ. കാസിയ ഫിസ്റ്റുല എന്നാണ്. ക്രോ, കാക്ക. കോർവസ് സ്പ്ലെൻഡൻസ്. കോർവസ് സ്പ്ലെൻഡൻസ് ആണ് കാക്കയുടെ പേര്. അതുപോലെ കൗ, പശുവിന്റെ പേര് ബോസ് ടോറസ്. ബോസ് ടോറസ് എന്നാണ് പശുവിന്റെ സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ നമ്മൾ ഓരോ ഓർഗാനിസംസിന്റെയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആനയുടെ പേര് ലോക്സോഡോണ്ട ആഫ്രിക്കാന ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ തന്നെ പേരെന്താണ്? എലിഫസ് മാക്സിമസ് എന്നാണ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. നായയുടെ പേര് കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നാണ്. അതുപോലെ ചെമ്പരത്തി ഹിബിസ്കസ് റോസ സിനൻസിസ്. അതുപോലെ ആര്യവേപ്പിന്റെ പേര് അസാഡി റക്റ്റ ഇൻഡിക്ക. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്ന നെല്ലാണ്, പാഡി ആണ്. അതിന്റെ പേര് ഒറൈസ സറ്റൈവ ആണ്. കണിക്കൊന്നയുടെ പേര് എന്തായിരുന്നു? കാസിയ ഫിസ്റ്റുല ആണ്. കാക്കയുടെ പേര് കോർവസ് സ്പ്ലെൻഡൻസ് ആണ്. പശുവിന്റെ പേര് ബോസ് ടോറസ് ആണ്. ഓക്കെ, ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അതിന് ഏതെങ്കിലും ഒക്കെ ഇടയ്ക്ക് കയറി ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് മക്കളെ. 5 കിങ്ഡം വർഗീകരണം. ഒരു സയന്റിസ്റ്റ് വന്നു. ആരായിരുന്നു അത്? റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലെങ്കിൽ RH വിറ്റാക്കർ എന്ന് പറയാം നമുക്ക് കേട്ടോ. റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലെങ്കിൽ RH വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത്. ഇതിനകത്ത് നമുക്ക് ചുറ്റും കാണുന്ന മുഴുവൻ ഓർഗാനിസംസിനെ, പ്ലാന്റ്സിനെ, അനിമൽസിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് 5 കിങ്ഡങ്ങളിലേക്കായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചു. ഓക്കെ, അങ്ങനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അതിന് പേര് വന്നു. ഓക്കെ, അങ്ങനെ പുള്ളി പ്രപ്പോസ് ചെയ്ത് കൊണ്ടുവന്നതിലെ 5 കിങ്ഡങ്ങളുടെ പേരുകളാണ് എന്റെ മക്കളിവിടെ കാണുന്നത്. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. കണ്ടോ, ഇതുണ്ടല്ലോ, ഉറപ്പാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ എക്സാമുകൾക്കും വരുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഫൈനൽ എക്സാമുകളാണെങ്കിലും ഇടയ്ക്ക് വരുന്ന ടേം എക്സാമുകളാണെങ്കിലും എല്ലാത്തിനും ഈ പറയുന്ന സാധനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 5 കിങ്ഡങ്ങളുടെ പേര് ഇപ്പൊ തന്നെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോകണം. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. ഫംഗൈ എന്ന് പറയാം, ഫംഗൈ എന്ന് പറയാം, ഫംഗി എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ആൻഡ് ഇനി ഈ പറയുന്ന കാറ്റഗറിയിലെ ഓരോ ഓർഗാനിസത്തിന്റെ പേരും അവരുടെ പെക്യുലാരിറ്റി, സവിശേഷതയും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. മൊണീറയിൽ വരുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ അവരുടെ പെക്യുലാരിറ്റി എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ന്യൂക്ലിയസ്. ഏകകോശ ജീവികളായിരിക്കും. ഒരു സിംഗിൾ സെല്ലേ അവരുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അത് ന്യൂക്ലിയസ് ഇല്ലാത്തവരായിരിക്കും, വിത്തൗട്ട് ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി പ്രോട്ടിസ്റ്റയിൽ വരുമ്പോൾ അടുത്തത് അമീബയാണ് മക്കൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അമീബയുടെ പ്രത്യേകത യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, വിത്ത് ന്യൂക്ലിയസ് ആണ് അല്ലെ. ഏകകോശ ജീവികളാണ്, വിത്ത് ന്യൂക്ലിയസോട് കൂടിയ, മർമ്മത്തോട് കൂടിയ ഏകകോശ ജീവികളാണ്. പ്രോട്ടിസ്റ്റയിൽ വരുന്ന അമീബ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ആൾ കേട്ടോ. ഇനി മഷ്റൂംസ്, ഫംഗൈ, ഫംഗസുകളുടെ കൂട്ടത്തിൽ വരുന്ന മഷ്റൂംസിൽ കുമിളുകൾ, കൂണുകളല്ല നമ്മുടെ, അതിനെയാണ് നമ്മൾ പറയുന്നത്, കുമിളുകളെയാണ് മഷ്റൂംസ് എന്ന് പറയുന്നത്. നോൺ മോട്ടൈൽ എന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റില്ല, ചലനശേഷി ഇല്ലാത്ത. ഹെറ്ററോട്രോഫിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മക്കളെ, ഹെറ്ററോട്രോഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരപോഷികൾ, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാതെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ഹെറ്ററോട്രോഫിക് അല്ലെങ്കിൽ പരപോഷികൾ എന്ന് പറയാ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഫംഗസിന്റെ കൂട്ടത്തിൽ വരുന്നത് കേട്ടോ. ഇനി പ്ലാന്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മുഴുവൻ പ്ലാന്റ്സും വരുന്നത് പ്ലാന്റയുടെ അകത്തായിരിക്കും. അത് ഓട്ടോട്രോഫിക്, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന. മൾട്ടി സെല്ലുലാർ, ബഹുകോശ ജീവികളാണ്. നോൺ മോട്ടൈൽ ഓർഗാനിസം, അനങ്ങാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും പ്ലാന്റ് എഴുന്നേറ്റ് ഓടുന്നത്? ഒരിക്കലും പറ്റത്തില്ല, അവർക്ക് മൂവ് ചെയ്യാൻ കഴിവില്ല. അതിനെയാണ് നോൺ മോട്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ചലനമില്ലാത്ത അല്ലെങ്കിൽ അനങ്ങാൻ സാധിക്കാത്ത മൾട്ടി സെല്ലുലാർ, ബഹുകോശ ജീവികളായിട്ടുള്ള ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്, സ്വന്തമായി സ്വപോഷികൾ എന്ന് പറയും, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്ലാന്റയിൽ വരുന്ന മുഴുവൻ പ്ലാന്റ്സും. ഇനി അനിമേലിയയിൽ വരുന്നത് പേര് കേൾക്കും അറിയാലേ, മുഴുവൻ അനിമൽസ് ആയിരിക്കും. അവരെങ്ങനെ? ഹെറ്ററോട്രോഫിക് ആണ്, പരപോഷികളാണ്, മറ്റുള്ളവരെ ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്യും. മൾട്ടി സെല്ലുലാർ, ബഹുകോശ ജീവികളായിരിക്കാം. ആൻഡ് ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു ലോക്കോമോഷൻ. പക്ഷെ എന്താണ് അവർക്ക്? ലോക്കോമോഷൻ, ചലനശേഷിയുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ചലനശേഷിയുണ്ട്. അപ്പോ
നമ്മുടെ RH വിറ്റാക്കർ, റോബർട്ട് H വിറ്റാക്കർ കൊണ്ടുവന്ന 5 കിങ്ഡം വർഗീകരണം അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ 5 കിങ്ഡംസ്, 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, അമീബ, കുമിളുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ. ഇതിന്റെ സവിശേഷതകൾ, പെക്യുലാരിറ്റീസ്, ഫീച്ചേഴ്സ് ആണ് നമ്മൾ അടുത്ത കോളത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് പഠിച്ചോ. ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് കിട്ടും നിങ്ങൾക്ക്. ആൻഡ് ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് 5 കിങ്ഡം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദ്ദേഹം ഇരുന്നപ്പോഴാണ് വേറൊരാൾ വന്നിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 6 കിങ്ഡം ആക്കി കളഞ്ഞത്. ഓക്കെ, 6 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നു. ഇതിനകത്ത് ഒരു ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഓക്കെ, ആർക്കിബാക്ടീരിയ ബിലോങ് ടു ദ കിങ്ഡം മൊണീറ. മൊണീറയിൽ വരുന്ന ഒരു ബാക്ടീരിയയുടെ പേരായിരുന്നു ആർക്കിബാക്ടീരിയ. പക്ഷേ ആ ആർക്കിബാക്ടീരിയക്ക് മാത്രം എന്താണ് ഈ മൊണീറയിൽ വരുന്ന ബാക്കിയുള്ളവരുടെ പോലെയുള്ള സ്വഭാവമല്ല, എന്തോ ഒരു പ്രത്യേക വൃത്തികെട്ട സ്വഭാവം ആർക്ക് വന്നു? ആർക്കിബാക്ടീരിയക്ക് വന്നു. അപ്പൊ ആർക്ക് മനസ്സിലായി? ഒരാൾക്ക് മനസ്സിലായി ആ ആർക്കിബാക്ടീരിയൻ ഇനി ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന അറിയാമോ? യെസ്, കിങ്ഡം മൊണീറേനെ വെട്ടിമുറിച്ച് 2 പീസസ് ആക്കിയിട്ട് 2 പേര് കൊടുത്തു. കിങ്ഡം ആർക്കിയ, കിങ്ഡം ബാക്ടീരിയ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പോ ആർക്കിയ ബാക്ടീരിയ, അത് മൊണീറേനെ വെട്ടിമുറിച്ച് 2 പേരുകളാക്കി ആർക്കിയ ബാക്ടീരിയ. അപ്പൊ 5 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരെണ്ണം കൂടി വന്നപ്പോ എത്രയായി? 6 കിങ്ഡം ആയി. അത്രേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ അദ്ദേഹം അഡീഷണലി ചെയ്തിട്ടുണ്ട്. വൺ മോർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നെയിംഡ് ഡൊമൈൻ വാസ് ആഡഡ് അബവ് ദ കിങ്ഡം. കിങ്ഡത്തിന്റെ മുകളിൽ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ കാറ്റഗറിയും കൂടെ ആര് കയറ്റി? പുള്ളിക്കാരൻ കയറ്റി. ആരാ അത്? ആരായിരിക്കും? ഇരിക്കണം കണ്ടോ, കാൾ വൂസ് എന്ന് പറയുന്ന ആള് കേട്ടോ. കാൾ വൂസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? നമ്മുടെ മൊണീറേനെ വെട്ടിമുറിച്ച് 2 ആക്കി. ആർക്കി അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്ന 2 കാറ്റഗറിയിലേക്ക് ആക്കിയിട്ട് അതിന് മുകളിൽ ഇപ്പൊ കിങ്ഡത്തിലാണ് അവസാനിച്ചുകൊണ്ടിരുന്നത്. കിങ്ഡത്തിന്റെ മുകളിൽ ഒരു ലെവലും കൂടെ കയറ്റി വെച്ചു. അതിന്റെ പേര് ഡൊമൈൻ എന്നായിരുന്നു കേട്ടോ. ഡൊമൈൻ എന്നാണ് അതിന് പേര് കൊടുത്തത്. അദ്ദേഹം ചെയ്തു വെച്ച പണിയാണതാ ഇവിടെ കാണാൻ. നമുക്ക് നമ്മുടെ പ്രോട്ടിസ്റ്റ ഇവിടെ ഉണ്ട്, ഫംഗൈ ഇവിടെ ഉണ്ട്, പ്ലാന്റേ ഉണ്ട്, അനിമേലിയ ഉണ്ട്. അപ്പം മിസ്സായക്കണ ഏതാ? മൊണീറ അല്ലേ. മൊണീറേനെ അദ്ദേഹം എന്ത് ചെയ്തു? വെട്ടിമുറിച്ച് 2 ആക്കിയിട്ട് കിങ്ഡം ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കിയ എന്നും പറഞ്ഞ് 2 എണ്ണം കൊടുത്തു. മനസ്സിലായോ? ഈ 2 എണ്ണം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ മൊണീറേനെ മുറിച്ചിട്ടുണ്ടാക്കിയ പുതിയ 2 ഫൈലംസ് ആണ് കേട്ടോ. സോറി, പുതിയ 2 കിങ്ഡംസ് ആണത്. ആ കിങ്ഡംസിന് ഓരോ, ഞാൻ പറഞ്ഞില്ല ഈ കിങ്ഡത്തിന്റെ മുകളിൽ ഒരു പേരുടെ കയറ്റി എന്ന് പറഞ്ഞില്ല. അതെ, ബാക്ടീരിയ എന്ന് പറഞ്ഞ കിങ്ഡത്തിന് പുള്ളി ഡൊമൈനിന്റെ പേര് കൊടുത്തത് ഡൊമൈൻ ബാക്ടീരിയ തന്നെയാണ്. ദെൻ കിങ്ഡം ആർക്കിയയുടെ ഡൊമൈൻ പേര് എന്താ? ആർക്കിയ, ഡൊമൈൻ ആർക്കിയ തന്നെയാണ്. ഇനി പ്ലാന്റേക്കും അനിമേലേക്കും ഫംഗിക്കും അതുപോലെ പ്രോട്ടിസ്റ്റയ്ക്കും എല്ലാം കൂടെ പുള്ളിക്കാരൻ ഒരു ഡൊമൈനെ കൊടുത്തുള്ളൂ പേര്. ദാറ്റ് ഈസ് ഡൊമൈൻ യൂക്കാരിയ കേട്ടോ. യൂക്കാരിയ 3 ഡൊമൈനിന്റെ പേര് അറിഞ്ഞിരിക്കണം. ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ. ബാക്ടീരിയ ഡൊമൈൻ്റെ അകത്ത് വരുന്നത് ബാക്ടീരിയ കിങ്ഡം മാത്രമേ ഉള്ളൂ. ആൻഡ് ഡൊമൈൻ ആർക്കിയയുടെ അകത്ത് വരുന്നത് കിങ്ഡം ആർക്കിയ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡൊമൈൻ യൂക്കാരിയയുടെ അകത്ത് വരുന്നത് ഏതൊക്കെയുണ്ട്? യെസ്, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. അത്ര ആളുകൾ എവിടെ വരുന്നുണ്ട്? ഡൊമൈനിൽ വരുന്നുണ്ട്. ഏത് ഡൊമൈനിൽ വരുന്നുണ്ട്? യൂക്കാരിയയിൽ വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ യൂക്കാരിയ ഡൊമൈനിലും ആർക്കിയ ഡൊമൈനിലും ബാക്ടീരിയ ഡൊമൈനിലും ആരൊക്കെ വരുന്നുണ്ട്, ആരാണ് ഈ പണി ചെയ്തു വെച്ചത്, ഈ കാര്യം കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട മക്കള്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് മനുഷ്യനെയാണ് ആദ്യം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ, മനുഷ്യന്റെ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, വർഗീകരണ തലങ്ങൾ നമുക്കറിയാം. സ്പീഷീസ് നമ്മൾ പഠിച്ചതാണ്. ജീനസ് ഓക്കെ, ഫാമിലി ഓക്കെ, ഓർഡർ ഓക്കെ, ക്ലാസ് ഓക്കെ, ഫൈൽ ഓക്കെ, കിങ്ഡം ഓക്കെ. കണ്ടോ, അഡീഷണൽ കയറ്റിയ ഡൊമൈൻ മോളിൽ കയറി കിടക്കുന്നതാണല്ലോ. വേറെ ഒന്നുമില്ല. മനുഷ്യന്റെ സ്പീഷീസിന്റെ നെയിം സാപ്പിയൻസ് എന്നാണ്. ദെൻ ജീനസിന്റെ പേര് ഹോമോ എന്നാണ്. ഫാമിലിയുടെ പേര് ഹോമിനിഡെ. ആൻഡ് ഓർഡറിന്റെ പേര് പ്രിമേറ്റ്. ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ, കിങ്ഡം അനിമേലിയ. ദെൻ ഡൊമൈന്റെ പേര് യൂക്കാരിയ. കണ്ടോ, അത് അഡീഷണൽ ആയിട്ട് അവിടെ കേറി എന്ന് മാത്രം. കേറി എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് അവിടെ എടുത്ത് വെച്ചേക്കുമല്ല. അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. സ്പീഷീസ് സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡെ, ഓർഡർ പ്രിമേറ്റ്സ്, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ, കിങ്ഡം അനിമേലിയ ആൻഡ് ഡൊമൈൻ്റെ പേര് യൂക്കാരിയ. അത് കൃത്യമായിട്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, പൂച്ച, ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നില്ലെങ്കിൽ പൂച്ച, അല്ലെങ്കിൽ തേങ്ങ, അല്ലെങ്കിൽ മാവ്, അതും അല്ലെങ്കിൽ മനുഷ്യൻ, ഈ 4 പേരുടെ നിന്ന് ഒരു ചോദ്യം 100 അല്ല 110% ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ചാപ്റ്ററിന്റെ പുറകിൽ എന്ത് പറയുന്നുണ്ട്? വൈറസിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തേ, ഇവിടെ ഒരു പെട്ടിയിൽ HIV വൈറസിന്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കണം. കണ്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫോട്ടോ തന്നിട്ട് ഇത് ആരാന്ന് ചോദിക്കുക. അപ്പൊ എന്റെ മക്കൾ എന്ത് എഴുതണം? HIV വൈറസ് ആണെന്ന് എഴുതണം കേട്ടോ. HIV വൈറസ് ആണ് സാധനം എന്ന് എഴുതി വെച്ചോളണം. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് ക്ലൂ ഒക്കെ കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടാണ് ക്ലൂ കൊടുത്തേക്കുന്നത്. വൈറസ് ആണ് കണ്ടോ, വൈറസിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അസെല്ലുലാർ ആണ്, സ്വന്തമായിട്ട് സെല്ലില്ല. വിത്ത് ഓൺലി പ്രോട്ടീൻ കോട്ട് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. നോക്കിക്കുക മക്കളെ, ഇത് ഇവിടെ റൗണ്ടിൽ ബ്ലൂ കളറിലുള്ള പ്രോട്ടീനിന്റെ ഒരു കവറും അതിനകത്ത് ബൾബ് ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ജനറ്റിക് മെറ്റീരിയൽ, ജനിതക വസ്തു മാത്രമേ വൈറസിനുള്ളൂ. ആം എ പാത്തജൻ, ഞാനൊരു രോഗകാരിയാണ്. പല രോഗങ്ങളും
രോഗങ്ങളും മനുഷ്യരിലും ജീവികളിലൊക്കെ പല പല രോഗങ്ങൾ വരുത്തുന്ന ഒരു രോഗകാരിയാണ്. ഓക്കെ പാത്തജൻ സമ്മതിച്ചു. ഐ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഈസിലി, അതായത് എന്നെ നിങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഐ ക്യാൻ ഓൺലി ലിവ് ഇൻസൈഡ് എ ലിവിംഗ് സെൽ, ഒരു ജീവനുള്ള സെല്ലിനകത്ത് കോശത്തിനകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഐ എം ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ദ സെൽ, ഒരു സെല്ലിന് പുറത്ത് വെറുതെ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല, വൈറസ് യൂസ്ലെസ് ആണ്. നമ്മുടെ ശരീരത്തിൽ കയറിയാലേ വൈറസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമൊക്കെയാണ് വൈറസ് ഇരിക്കണമെങ്കിൽ എന്താ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വൈറസ് വെറും യൂസ്ലെസ് ആയിട്ടിരിക്കേണ്ട അവസ്ഥയായിരിക്കും. ആൻഡ് വെൻ ഐ എൻറ്റർ ദ ഹോസ്റ്റ് സെൽ ഐ മൾട്ടിപ്ലൈ യൂസിങ് ദ മെറ്റീരിയൽസ് ദെയർ, ഞാൻ ഒരു ആതിഥേയ ജീവിയുടെ അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ ശരീരത്തിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ ബോഡിയുടെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെ കൺട്രോൾ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ അതിനകത്ത് എന്ത് ചെയ്യും, പെറ്റ് പെരുകും. ആൻഡ് ഐ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് സെൽ, ഞാൻ അവിടെ നിറഞ്ഞങ്ങോട്ട് സ്പ്രെഡായി പോയിട്ട് നശിപ്പിച്ച് കളയുന്നത്, ആ സെല്ല് മൊത്തത്തിൽ ഡാമേജ് ആക്കി ഡിസ്ട്രോയ് ചെയ്ത് കളയും. ദെൻ ഐ എൻറ്റർ ദ ന്യൂ സെൽ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നശിപ്പിച്ച് എനിക്ക് പറ്റത്തില്ല, എന്നിട്ട് ഞാൻ തൊട്ടടുത്ത സെല്ല് നശിപ്പിക്കാൻ വേണ്ടി നേരെ ഇടിച്ച് അതിൻ്റെ അകത്തേക്ക് കയറും. ആൻഡ് അവർ വേൾഡ് ഇസ് എ വേൾഡ് ഫുൾ ഓഫ് മിസ്റ്ററി, ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് മുഴുവനും എന്താ പറയുക മിസ്റ്റീരിയസ് ആണ്, നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിറഞ്ഞൊരു ലോകമാണ് ആരുടെ, നമ്മുടെ. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ, സാറി ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത പോയിന്റുകളില്ലേ, അതൊക്കെ ക്ലൂകളായിട്ട് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ഓർഗാനിസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം എൻ്റെ മക്കൾ എന്ത് എഴുതണം, ഇറ്റ്സ് അബൌട്ട് വൈറസ്, ഒരു HIV വൈറസിനെ പറ്റിയിട്ടാണ് പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞോ. ഇനി ഫിഗർ തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്തിന്റെ ഫിഗറാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, HIV വൈറസ് ആണ്. ഇനി വൈറസിന്റെ ഒരു പ്രത്യേകത കയറി ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് വൈറസ് ഇനാക്റ്റീവ് ആണെന്ന് പറയുന്നത്. കാരണം എത്രയേ ഉള്ളൂ, വൈറസ് പുറത്ത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ്. വൈറസിന് ആക്റ്റീവ് ആവണമെങ്കിൽ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ അകത്തേക്ക് അത് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു ആതിഥേയ ജീവിയുടെ ശരീരത്തിനകത്തേക്ക് അത് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വൈറസിന്റെ കാര്യം മറക്കരുത്, ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. വൈറസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ ഒന്ന് പഠിച്ചിട്ട് വേണം എക്സാമുകൾക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന തരംതിരിക്കാം എന്ന് പറയുന്ന ഈ ചാപ്റ്ററില്ലേ, എന്തിന് വേണ്ടി തരംതിരിക്കുന്ന ചോദ്യമാണ് നമുക്ക് ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് തരംതിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ, എന്തിനാണ് തരംതിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. എല്ലാ ഓർഗാനിസംസും ഒരുപോലെയുള്ളവരല്ല, പലർക്കും പല ക്യാരക്ടേഴ്സ് ആണ്, പല രീതിയിലുള്ളവരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ട് മാത്രം നിങ്ങൾ എല്ലാ എക്സാമുകൾ എഴുതാനായിട്ട് പോവാ. ആൻഡ് മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് വൺസ് അഗൈൻ മീറ്റ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.